الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. സ്നേഹനിധികളായ KSCRന്റെ സമുന്നതരായ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോയിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന KSCRന്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയൊക്കെ സമുന്നതരായ പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവന്റെ ദീനിന്റെ വ്യാപനത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. കഥ പറയുന്ന കഅബാലയം എന്ന നമ്മുടെ വിഷയം, പരിശുദ്ധ കഅബാലയത്തെ കുറിച്ചുള്ള അതിന്റെ തുടക്കം മുതലുള്ള ചില വിവരണങ്ങളാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ സംസാരിച്ചത്, നമ്മൾ ഇവിടെ പറഞ്ഞത്, പരിശുദ്ധ കഅബാലയം അതിനേക്കാളുപരി പരിശുദ്ധമാക്കപ്പെട്ട മാഉ സംസം, അതേപോലെ കഅബാലയത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഓരോ ഘട്ടങ്ങളിൽ കഅബാലയം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകളെ കുറിച്ചുമൊക്കെയുള്ള ചെറിയ ചെറിയ വിവരണങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. കഅബാലയത്തിന്റെ കഥ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, കഅബാലയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നിരുന്നത് ഖുറൈശികളായിരുന്നു എന്ന്. ഖുറൈശികളിൽ തന്നെ അവസാനമായി ഇപ്പോ കഅബാലയത്തിന്റെ സംരക്ഷണമുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലാണ്. അബ്ദുൽ മുത്തലിബാണ് കഅബാലയത്തിന്റെ ഇടയിൽ മറഞ്ഞു കിടന്നിരുന്ന സംസം കിണർ കുഴിച്ചെടുക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടി ഹജ്ജിനും കഅബാലയത്തിന്റെ അടുത്തേക്കും മറ്റുമൊക്കെ വരുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ അതിനെ ചെലവഴിക്കുകയും അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തത് അബ്ദുൽ മുത്തലിബായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലുള്ള സമയത്താണ് പരിശുദ്ധ കഅബാലയം പൊളിക്കാൻ വേണ്ടി യമനിൽ നിന്നും അബ്രഹത്തും കൂട്ടരും എത്തിച്ചേരുന്നതും അള്ളാഹുവിന്റെ അതിമഹത്തായ കഴിവുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തിന് ഒരു കേടുപാട് പോലും വരുത്താൻ കഴിയാതെ തിന്നപ്പെടുന്ന വൈക്കോൽ കൂനുകളെ പോലെ അബ്രഹത്തിനെയും കൂട്ടരെയും നശിപ്പിക്കുകയും ചെയ്തതൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ സംരക്ഷകൻ ആയ സമയത്താണ്. അബ്ദുൽ മുത്തലിബ് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഹാദാ ബൈത്തുല്ലാഹി വബൈത്തു ഖലീലില്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇത് അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും വീടാണ്. ഈ വീട് സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. മാത്രമല്ല, അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകം പിടിച്ചെടുത്തപ്പോ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് സംസാരിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, എന്റെ ഒട്ടകം നിങ്ങൾ തിരിച്ചു തരിക. അബ്ദുൽ മുത്തലിബ് അബ്രഹത്ത് ചോദിക്കുന്നു, അല്ല, നിങ്ങളുടെ അടുത്ത് ഇത്രയും നിങ്ങളുടെ പൂർവ്വസൂരികളായ പൂർവ്വപിതാക്കളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഒരു മഹത്തായ മാതൃകയായ പരിശുദ്ധമായ കഅബാലയം നിങ്ങൾ തിരിച്ചു ചോദിക്കാതെ, അതിന്റെ സംരക്ഷണത്തെ നിങ്ങൾ ചോദിക്കാതെ, നിങ്ങൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങളുടെ സ്വത്തുക്കളെ കുറിച്ച് എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ് അവിടെ കൊടുത്ത മറുപടി, ഇന്നി അന റബ്ബുൽ ഇബിലി, ഈ ഒട്ടകത്തിന്റെ ഉടമ ഞാനാണ്. ഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉഹു,
പരിശുദ്ധമായ കഅബാലയത്തിന് ഒരു റബ്ബുണ്ട്. ആ റബ്ബ് തീർച്ചയായും കഅബാലയത്തെ തകർക്കാൻ വരുന്ന ആളുകളെ അത് സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്റെ ഒട്ടകത്തെയും കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ള മലഞ്ചെരുവിലേക്ക് മാറി താമസിക്കുകയാണ് അബ്ദുൽ മുത്തലിബ് ചെയ്തത്. കഅബാലയം ഒഴിവാക്കുകയല്ല ചെയ്തത്. കഅബാലയത്തിന്റെ നാഥൻ കഅബാലയം പൂർണ്ണമായും സംരക്ഷിക്കും എന്ന ഒരു അതിമഹത്തായ ഒരു സന്ദേശമാണ്, ഒരു ധൈര്യമായിരുന്നു അബ്ദുൽ മുത്തലിബിന് ആ സമയത്തുണ്ടായിരുന്നു. നമുക്കറിയാം അബ്ദുൽ മുത്തലിബിന് ആ സമയത്ത് ഒറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ. ഹാരിസ് എന്നാണ് ആ മകന്റെ പേര്. അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് നേർച്ചയാക്കുകയാണ്, എനിക്ക് കൂടുതൽ മക്കളെ കിട്ടുകയാണ് എങ്കിൽ എന്റെ ഒരു മകനെ ഞാൻ കഅബാലയത്തിന് വേണ്ടി നേർച്ചയാക്കും, കഅബാലയത്തിലേക്ക് ഞാൻ ഹദിയ ചെയ്യും എന്നുള്ള നിലക്ക് അറക്കും അല്ലെങ്കിൽ ബലി നൽകും എന്നുള്ള നിലക്ക് അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കി. ഹാരിസ് എന്നായിരുന്നു അന്ന് അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഉണ്ടായിരുന്ന മൂത്ത മകന്റെ പേര്. അങ്ങനെ അൽഹംദുലില്ലാ ഈ സംസം കിണറിന്റെ കുഴിപ്പൊക്കെ കഴിഞ്ഞു. അത് അബ്രഹത്തിന്റെ ആ പ്രശ്നം വരുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബിന് ഒരുപാട് കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അബ്ദുൽ മുത്തലിബിന്റെ കുട്ടികള് ഒന്ന് ഹാരിസ്, മറ്റൊന്ന് സുബൈർ, ഹജ്ൽ, ലിറാർ, മഹൂം, അബൂലഹബ്, അബ്ബാസ്, ഹംസ റളിയല്ലാഹു അൻഹു, അബൂ ത്വാലിബ്, അബ്ദുള്ള എന്നീ ആൺകുട്ടികളും സഫിയ, ബുറ, ആത്തിഖ, ഉമ്മു ഹക്കീം, അഫീഫ്, അഹീഹ, അറുവ എന്നീ പെൺമക്കളുമാണ് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായത്. അങ്ങനെ അബ്രഹത്തിന്റെ ഈ കഅബാലയത്തിന്റെ ആക്രമണവും മറ്റുമൊക്കെ കഴിഞ്ഞപ്പോ ആമിൽ ഫീല് എന്നാണ് ആ വർഷത്തെ ആ സംഭവത്തെ കഅബാലയ ഖുറൈശികൾക്കിടയിൽ അറിയപ്പെടുന്നത്. ആ സംഭവം കഴിഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ് തീരുമാനിച്ചു, ഞാൻ ഇങ്ങനെ ഒരു നേർച്ച ആക്കിയിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന് ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായിരുന്നു അബ്ദുള്ള. അബ്ദുൽ മുത്തലിബ് ആലോചിച്ചു, ഞാൻ ഏതായാലും ഇങ്ങനെ ഒരു നേർച്ച ആക്കിയിട്ടുണ്ട്, ഈ നേർച്ച ഇൻഷാ അള്ളാ ആ നേർച്ച വീടാൻ ഞാൻ ഈ സമയമാണ് ഉപയോഗപ്പെടുത്തുക എന്ന് കരുതിയിട്ട് എല്ലാ മക്കളെയും തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരുടെയൊക്കെ പേര് കടലാസിലോ അല്ലെങ്കിൽ അതേപോലെ അവരെ പേരിട്ടിട്ട് ഒരു നറുക്കെടുക്കുന്ന ഒരു സംവിധാനം, അത് ആരെ എന്ന് പ്രത്യേകമായിട്ട് തീരുമാനിക്കാതെ അവരെ നറുക്കെടുക്കുന്ന ഒരു സംവിധാനം കണ്ടെത്തുകയും അങ്ങനെ 10 മക്കളുടെയും പേരിട്ടു. അവസാനം നറുക്കെടുത്തപ്പോ അബ്ദുള്ളയുടെ പേരാണ് അബ്ദുൽ മുത്തലിബിന് കിട്ടിയത്. ആ നറുക്ക് ഏതായാലും കഅബാലയത്തിലേക്ക് നേർച്ചയാക്കിയിട്ട് ബലി നൽകാൻ വേണ്ടി നേർച്ചയാക്കപ്പെട്ടത് അബ്ദുള്ളയാണ്. ആ നേർച്ച ഒഴിവായി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ നേർച്ചയ്ക്ക് പ്രതിവിധിയായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അന്ന് കഅബാലയത്തിന്റെ സംരക്ഷകരായ അല്ലെങ്കിൽ അതിന്റെ പൂജാരിമാരായ ആളുകളോടൊക്കെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തപ്പോ അവര് പറഞ്ഞുകൊടുത്ത ഒരു മാർഗം, അബ്ദുള്ളയുടെ പേരെഴുതിയിട്ട് അതേപോലെ ഒട്ടകത്തിന്റെയും ഒരു പെട്ടിയിൽ ഒട്ടകത്തിന്റെയും അബ്ദുള്ളയുടെയും പേരെഴുതുക, എന്നിട്ട് നറുക്കിടുക. എത്ര പ്രാവശ്യമാണോ കിട്ടുന്നത് ആ കിട്ടുന്ന അത്ര വരെ ആ നറുക്കെടുക്കുക, എന്നാൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവായി കിട്ടും എന്ന് പറയും. എന്നിട്ട് ആ ഒട്ടകത്തെ കഅബാലയത്തിലേക്ക് നിങ്ങൾ ഹദിയ ചെയ്യുക എന്ന് പറയുകയും ചെയ്തു. അവസാനം 10 പ്രാവശ്യം ഇതേ രൂപത്തിൽ നറുക്കെടുത്തു. ഓരോ നറുക്കിലും 10 ഒട്ടകത്തിന്റെ പേരും, അതായത് അബ്ദുള്ളയ്ക്ക് പകരമായി 10 ഒട്ടകം, അങ്ങനെ 10 പ്രാവശ്യം നറുക്കെടുത്തു. 100 ഒട്ടകം കഅബാലയത്തിലേക്ക് ഹദിയായി കൊടുത്തു. 10ാമത്തെ പ്രാവശ്യം നറുക്കെടുത്തപ്പോ അബ്ദുള്ളയുടെ പേര് കിട്ടി. അങ്ങനെ 2 അറിവിൽ നിന്ന് അബ്ദുള്ള അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ഇബ്നു ദബീഹൈൻ എന്ന ഒരു പ്രയോഗം സാധാരണ നടത്താറുണ്ട്. 2 അറിവുകളിൽ നിന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ 2 അറിവിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ മകൻ എന്നുള്ള അർത്ഥത്തിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ബലിയർക്കുന്നതിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായ അബ്ദുള്ളയെയും
ആ ബലിയറക്കുന്നതിൽ നിന്ന് അള്ളാഹു തആല സംരക്ഷിച്ചു. അങ്ങനെ ഇബ്നു ദബീഹൈൻ എന്ന പേരിലും മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയപ്പെടുകയുണ്ടായി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് തന്റെ മകൻ രക്ഷപ്പെട്ടു എന്നുള്ള നിലക്ക് വളരെയധികം സന്തോഷിക്കുകയും അള്ളാഹുവിന് ഒരുപാട് ശുക്റുകൾ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് മഹാനായ അബ്ദുള്ളയുടെ കല്യാണം നടക്കുന്നത്. ബനു സുഹറ ഗോത്രത്തിലെ വഹബിന്റെ മകൾ ആമിന ബീവി റളിയല്ലാഹു അൻഹായെ അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിക്കുകയാണ്. ഇങ്ങനെ ഇബ്നു ദബീഹൈനായിട്ട് ആ അറിവിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മക്കയിലെ സ്ത്രീകളൊക്കെ അബ്ദുള്ള തങ്ങളെ വിവാഹം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ച് കാരണമുണ്ടായിരുന്നു. വക്കാന അജ്മലു റിജാലി ഖുറൈശികളുടെ യുവാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു അബ്ദുള്ള എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ആഗ്രഹിച്ചിരുന്നു എന്റെ ഭർത്താവായി അബ്ദുള്ള വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ ഭാഗ്യം കിട്ടിയിരുന്നത് വഹബിന്റെ പൊന്നോമന മകളായ ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് ആയിരുന്നു. അറബികളുടെ അന്നത്തെ പതിവനുസരിച്ച് കല്യാണശേഷം 3 ദിവസം ആമിന റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ അബ്ദുള്ള താമസിച്ചു. പിന്നീട് അവിടെ നിന്ന് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആമിന ബീവി വിവാഹത്തിന് മുമ്പ് തന്റെ അമ്മാവന്റെ സംരക്ഷണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അബ്ദുള്ള ആമിന ബീവിയെയും കൂട്ടി അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അബ്ദുൽ മുത്തലിബിന്റെ വീട് ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് നമുക്ക് പരിശുദ്ധ മക്കയില് പ്രത്യേകിച്ച് കാണാൻ കഴിയും. മക്കത്തുൽ മുക്കറമ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പ്രദേശം, അവിടെ ആയിരുന്നു അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നത്. പിന്നീട് ആമിന അബ്ദുള്ളയുടെ സംരക്ഷണത്തിലായിട്ട് വളർന്നു വന്നു. ആ സമയമാണ് കാഫിലകള് പുറപ്പെടാനുള്ള സമയമായിരുന്നു. ആ സമയം കച്ചവടത്തിന് വേണ്ടിയിട്ട് ഷാമിലേക്ക് യാത്ര പുറപ്പെടുന്ന ആ ഒരു സമയമായിരുന്നു അബ്ദുള്ളയുടെ കല്യാണം കഴിഞ്ഞു. അല്പ ദിവസത്തിന് ശേഷം അബ്ദുള്ള തന്റെ കൂട്ടുകാരോടുകൂടി തന്റെ പിതാവായ അബ്ദുൽ മുത്തലിബിന്റെ കച്ചവട സാധനങ്ങളുമായി ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുന്നു. അതൊക്കെ വലിയ ഒരുപാട് ചരിത്രങ്ങളൊക്കെയുള്ള വിഷയമാണ്. നമ്മളെ കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല. കാരണം കഅബാലയത്തിന്റെ കഥ പറയുമ്പോൾ ഈ ഒരു വിഷയം മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കച്ചവടത്തിന് വേണ്ടി അബ്ദുള്ള അവിടെ നിന്ന് പുറപ്പെട്ടു. ആമിന ബീവി ആവട്ടെ വളരെ സന്തോഷത്തോടുകൂടി തന്റെ മാരന്റെ മടങ്ങി വരവും കാത്തിരിക്കുക. പോയ കച്ചവട സംഘം വളരെയധികം ലാഭമുണ്ടാക്കുകയും കച്ചവടം വലിയ ഒരു വിജയമായി മാറുകയും ചെയ്തു എന്നുള്ള വിവരം മക്കയിലേക്ക് അബ്ദുൽ മുത്തലിബിന് കിട്ടുകയും കാഫില സംഘങ്ങൾ മടങ്ങി വരുന്നുള്ളൂ എന്നുള്ള ഒരു വിവരവും അവർക്ക് കിട്ടി. അങ്ങനെ കാഫില സംഘങ്ങൾ മടങ്ങി വരും എന്ന് ആ ഒരു വിവരം കിട്ടിയാൽ സാധാരണ ഖുറൈശികൾ അവരെ സ്വീകരിക്കാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ദാറുൻ നദുവയിൽ അവർ ഒരുമിച്ച് കൂടുകയും ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ തന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ആമിന ബീവിയും കാത്തിരുന്നു. പക്ഷെ അടുത്ത് വന്ന് ദാറുൻ നദുവയിലെ ഒരുമിച്ച് കൂടിയ കാഫിലകളുടെ കൂട്ടത്തിൽ അവരുടെ മുഖം വല്ലാതെ ഒരു മ്ലാനമായിരിക്കുന്നതും തീരെ സന്തോഷമില്ലാത്തൊരവസ്ഥ അന്നത്തെ ആളുകൾക്കൊക്കെ കാണാൻ കഴിഞ്ഞു. വരുന്ന വഴിയിൽ തന്നെ തീരെ സന്തോഷമില്ലാതെയായിരുന്നു അവരൊക്കെ വന്നിരുന്നത്. എന്താണ് വിവരമെന്ന് അന്വേഷിച്ചപ്പോൾ അബ്ദുള്ള രോഗബാധിതനായി യസ്രിബിൽ ബനു നജ്ജാർ ഗോത്രത്തില് ഞങ്ങള് അവിടെ ഒഴിവാക്കി വെച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ള വിവരം അവിടെ അബ്ദുൽ മുത്തലിബിനെയും അതേപോലെ മറ്റുള്ള ആളുകളെയും ഒക്കെ അറിയിച്ചു. ഈ വിവരം ആമിന ബീവിയും അറിഞ്ഞപ്പോ ആമിന ബീവിയും വല്ലാതെ സങ്കടമുണ്ടായിരുന്നു. കാരണം അന്ന് ആമിന ബീവി ഗർഭിണിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മൂത്ത മകൻ അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകൻ ഹാരിസ് മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഹാരിസ് മദീനയിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ യസ്രിബിൽ ബനു നജ്ജാർ ഗോത്രത്തിന്റെ അടുത്ത് അബ്ദുള്ള മടങ്ങി വരികയും
താബിഅ എന്ന പ്രദേശത്ത്, യസ്രിബ് അതേപോലെ അന്ന് പഴയ മദീനയിലെ യസ്രിബില് താബിഅ എന്ന പ്രദേശത്ത് ബദി അദി ഗോത്രക്കാരുടെ അടുത്ത് ബനു നജ്ജാർ ഗോത്രക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തായിരുന്നു അബ്ദുള്ളയുടെ ഖബർ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്തു എന്നുള്ള വിവരം ഹാരിസ്, അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകനായ ഹാരിസ് കാഫില സംഘങ്ങളെ അറിയിച്ചു. അങ്ങനെ അബ്ദുള്ളയുടെ മരണവാർത്ത ആമിന ബീവി ഉൾക്കൊണ്ടു. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് ആമിന ബീവി വളരുന്നത്. ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുൽ മുത്തലിബ് അവിടെ ജനനം കൊള്ളുകയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ്. മക്കയിൽ ഉഖൈൽ ബിൻ അബീ നാലിബിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിക്കുന്നത്. അത് നബിതങ്ങളുടെ ആ ഒരു വീട് ഉഖൈലിന്റെ മക്കള് അനന്തരമായിട്ട് സംരക്ഷിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലാണ്. അങ്ങനെ പിന്നീട് നബിയുടെ എല്ലാ കാര്യങ്ങളും ആ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോഴാണ് ഉഖൈൽ ബിൻ അബീ നാബിൽ എന്ന ഒരു മക്കയിലുള്ള ആളുകൾ ആ വീട് പിടിച്ചെടുക്കുകയും അവര് അനന്തരമായിട്ട് ആ വീട് സംരക്ഷിക്കുകയും ചെയ്തു. ഹജ്ജാജിന്റെ സഹോദരൻ മുഹമ്മദ് യൂസുഫിന് പിന്നീട് അത് അവര് വിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ്റാട്ടിയായിരുന്നു ഷിഫാ. അതേപോലെ ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്തു. അതേപോലെ സുവൈബത്തുൽ അസ്ലമിയ നബി തങ്ങൾക്ക് മുല കൊടുത്തു. അബൂലഹബിന്റെ അടിമയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയെയും മുല കൊടുത്തു. പ്രസവിച്ചു എന്ന വിവരം അബ്ദുൽ മുത്തലിബിനെ ആമിന ബീവി അറിയിച്ചു. അബ്ദുൽ മുത്തലിബ് വന്നു, കുട്ടിയെ കണ്ടു, കുട്ടിയെ എടുത്തു കഅബാലയത്തിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അള്ളാഹുവിന് ദുആ ചെയ്തു, അള്ളാഹുവിന് നന്ദി പറഞ്ഞു. തിരിച്ച് മാതാവിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ തന്റെ സഹോദരൻ അബ്ദുള്ളയുടെ സഹോദരൻ അബൂലഹബ് സുവൈബത്തുൽ അസ്ലമിയ എന്ന സ്ത്രീയെ മോചിപ്പിച്ച ചരിത്രമൊക്കെ നമുക്ക് അറിയാം. ആ മോചനത്തിന്റെ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിന് പ്രത്യേക പരിഗണന നൽകുന്ന വിവരങ്ങളൊക്കെ ആ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കിയതാണ്. സുവൈബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് മുല കൊടുക്കുന്നത്. മറ്റു രണ്ട് കുട്ടികളും കൂടി സുവൈബത്തിനുണ്ടായിരുന്നു. അബൂ സുഫിയാൻ ബിൻ ഹാരിസ്, അതേപോലെ അബൂ സാലിമ ബിനു അബ്ദുൽ ഷമാ എന്നിങ്ങനെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടിയിലുള്ള സഹോദരന്മാരായിരുന്നു ആ രണ്ട് കുട്ടികൾ. തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ പോകുന്ന സമയം വരെ അവരുണ്ടായിരുന്നു. പിന്നെ മക്കം ഫതഹിന് ശേഷം അവരെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും അവരെ മരണപ്പെട്ടു എന്ന വിവരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് കിട്ടിയത്. മക്ക നിവാസികൾക്ക് അന്ന് അബ്ദുൽ മുത്തലിബ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കഅബാലയത്തിന്റെ അടുത്ത് 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് കുട്ടി അക്കീക്ക അറുക്കുകയും പഴയകാലത്ത് ഖുറൈശികൾ വിളിച്ചിരുന്ന പേരുകളൊക്കെ ഒഴിവാക്കിയിട്ട് മുഹമ്മദ് എന്ന പേര് വിളിക്കുകയും ചെയ്തു. എല്ലാവരും അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മളെ പഴയകാലത്തെ ആളുകൾക്കുള്ള അല്ലെങ്കിൽ അബ്ദുൽ ഉസ്സ, അബ്ദുല്ലാത്ത തുടങ്ങിയ പേരുകളൊന്നും വിളിക്കാതെ മുഹമ്മദ് എന്ന പേര് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് അവിടുന്ന് പറഞ്ഞു, അറത്തു അൻ യകൂന മഹ്മൂദൻ ഫി സമാഇ ലില്ലാഹി വൽ അർളി ലി ഖൽഖിഹി, ആകാശത്തും ഭൂമിയിലും ഏറ്റവും സ്തുതിക്കപ്പെടുന്ന ഒരു പേരായിട്ട് ഈ പേര് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് അവിടുന്ന് പറയുകയും 7-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് എഴുതുകയും ചെയ്തു. പഴയ കിതാബ് അറിയുന്ന ആളുകൾ, അതായത്
തൗറാത്ത്, ഇഞ്ചീല്, സബൂർ തുടങ്ങിയ കിതാബുകളെ കുറിച്ച് പരിചയമുള്ള ആളുകളൊക്കെ, ഇഞ്ചീലിനെ കുറിച്ചൊക്കെ പരിചയമുള്ള ആളുകൾ, തൗറാത്തിനെ കുറിച്ചുമൊക്കെ പരിചയമുള്ള ആളുകൾ മക്കയുടെ പരിസരത്ത് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു കുട്ടി ജനിക്കുമെന്നും ഒരാള് ജനിക്കുമെന്നും ആ മനുഷ്യന്റെ കാരണത്താൽ ലോകം മുഴുവൻ മക്ക അറിയപ്പെടും എന്നും അവര് നേരത്തെ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിടണം എന്നുള്ള കാര്യത്തിൽ ചില ആളുകളൊക്കെ താല്പര്യമെടുക്കുകയും ചെയ്തു. കാരണം മുഹമ്മദ് എന്ന പേര് അന്ന് മക്കക്കാർക്കിടയിലോ അല്ലെങ്കിൽ ഹിജാസിലെ ആളുകൾക്കിടയിലോ സർവ്വസാധാരണോ മറ്റോ കേൾവി പോലും ഇല്ലാത്ത ഒരു പേരായിരുന്നു. അങ്ങനെ തങ്ങളുടെ മക്കൾക്ക് പേര് ഇടണം എന്ന് ആഗ്രഹിച്ച് ഒരു ഫർസദഖ് എന്ന പേരുള്ള ഒരു കവി അദ്ദേഹത്തിന്റെ മകന് മുഹമ്മദ് ബിൻ യൂസഫ് എന്ന പേര് ഒരാൾ ഉണ്ടായിരുന്നു. ഫർസദഖിന്റെ വല്യുപ്പയായിരുന്ന, അന്നത്തെ കാലഘട്ടത്തിലെ കവിയായിരുന്ന ഫർസദഖിന്റെ വല്യുപ്പ അദ്ദേഹത്തിന്റെ മകന് മുഹമ്മദ് എന്ന് പേരിട്ടു. അതേപോലെ മറ്റൊരു മുഹമ്മദും ഉണ്ട്, മുഹമ്മദ് ബിന് ഉഹൈത്ത് ബിനുൽ ജലാഹ് ബിൻ ഖുറൈഷ്, മുഹമ്മദ് ബിൻ ഹംറാർ ബിൻ റബിയ. ഇങ്ങനെ 3 മുഹമ്മദുകൾ മാത്രമേ അന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സമശീർഷരായി ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറയപ്പെടുന്ന വസ്തുക്കൾ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭൂമിയിലേക്ക് ഭൂജാതനാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മുഅ്ജിസത്തുകൾ, ആമിന ബീവിക്ക് ഗർഭസമയത്ത് അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും, പ്രസവ ദിവസം ആകാശം മുഴുവൻ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുകയും സാവാ തടാകം വറ്റി വരണ്ടു, അതേപോലെ കിസ്രയുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങൾ വിറക്കുകയും പല കെട്ടിടങ്ങളും തകർന്നു വീണു പോവുകയും പേർഷ്യയിലെ അഗ്നികുണ്ടാരം വലിയ ഒരു തീഗോളമായി അത് നശിക്കുകയും അതേപോലെ കഅബാലയത്തിനകത്തുള്ള ബിംബങ്ങളൊക്കെ തലകുത്തി വീഴുകയും ഒക്കെ ചെയ്തിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായിരുന്ന മുഅ്ജിസത്തുകൾ നമുക്കൊക്കെ സുപരിചിതമാണ്. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനശേഷം പിന്നീട് കഅബാലയുമായി ബന്ധപ്പെട്ട് ചരിത്രമൊക്കെ പറയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സ് പ്രായമുള്ള സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സ് പ്രായമുള്ള സമയത്ത് ഖുറൈശികൾ കഅബാലയം പുനർനിർമ്മിക്കണം എന്ന ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായി. കാരണം കഅബാലയം ആ സമയത്ത് പുനർനിർമ്മിക്കാൻ അവര് തീരുമാനിക്കാറുണ്ടായ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പുനർനിർമ്മിച്ച സമയത്ത് കഅബാലയത്തിന് സഖഫ് ഉണ്ടായിരുന്നില്ല, മേൽക്കൂര ഉണ്ടായിരുന്നില്ല. മേൽക്കൂര ഇല്ലാത്തത് കാരണം തന്നെ കഅബാലയം അന്ന് ചുറ്റുഭാഗത്തും മലകളാൽ നിറഞ്ഞിരുന്ന ഒരു 4 ഭാഗത്തും മലകളും അല്പം താഴ്ചയുള്ള ഒരു ഭാഗത്ത് കഅബാലയം നിലനിന്നിരുന്നത്. അതുകൊണ്ട് മേൽക്കൂര ഇല്ലാത്തത് കാരണം കഅബാലയത്തിനകത്തേക്ക് ഒരു മഴ പെയ്താൽ ചുറ്റുഭാഗത്തു നിന്നുള്ള മലകളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്ന് കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറുകയും കഅബാലയത്തിന്റെ ഉള്ളിൽ അത് ഒരുപാട് കാലം ഇങ്ങനെ കെട്ടി നിൽക്കുകയും കഅബാലയത്തിന്റെ ചുമരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഒന്ന് അത്. മറ്റൊന്ന്, കഅബാലയത്തിന് മേൽക്കൂരയില്ലാത്ത കാരണത്താൽ മുകളിൽ കൂടിയും വെള്ളം കഅബാലയത്തിനകത്തേക്ക് കയറി എന്ന് മാത്രമല്ല, കഅബാലയത്തിലേക്ക് ആളുകളൊക്കെ ഹദിയ നൽകിയിരുന്ന വസ്തുക്കൾ, പല വസ്തുക്കളുമൊക്കെ അന്ന് ഹദിയ ചെയ്തിരുന്നു. അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി കഅബയുടെ അകത്ത് കിണർ പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ ഒരു കുഴി കുഴിച്ചു വെച്ചിട്ട് അതിനകത്തായിരുന്നു ഈ ഹദിയകളൊക്കെ സംരക്ഷിച്ചിരുന്നത്. കഅബാലയത്തിന് മേൽക്കൂരയില്ലാത്ത കാരണത്താൽ ആളുകളൊക്കെ രാത്രിയുടെ മറവിൽ കഅബാലയം മുകളിലൂടെ ചാടിക്കടന്ന് അല്ലെങ്കിൽ കഅബാലയത്തിനകത്തേക്ക് കയറിയിട്ട് അതിനകത്ത് നിന്ന് ഹദിയകള് മറ്റും കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായി. അതുപോലെ വാതിൽ താഴെ ആയതുകൊണ്ട് വാതിലിനകത്ത് കൂടെ ആളുകൾ അകത്തേക്ക് കയറിയും അതേപോലെ വെള്ളം കയറിയും ഒക്കെ കഅബാലയത്തിന്റെ ചുമരുകൾ ആകെ നാമാവശേഷമായ ഒരവസ്ഥ, ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഒരു
കെട്ടിടമായി കഅബാലയം മാറി ഖുറൈശികളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35 വയസ്സ് പ്രായമുള്ള സമയത്ത് കഅബാലയത്തിന്റെ സമ്പത്ത് പരക്കെ കൊള്ളയടിക്കപ്പെട്ടു. കാരണം പല ഭാഗത്തു നിന്നും വരുന്ന ആജിമാരൊക്കെ ഒരുപാട് ഹദിയകളൊക്കെ കഅബാലയത്തിലേക്ക് നൽകിയിരുന്നു എന്നാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് കഅബാലയത്തിന് 9 മുഴം ഉയരവും 7 മീറ്റർ വീതിയും ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഒരു രൂപത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഉള്ളിലേക്ക് കയറിയിട്ട് തറയോട് ചേർത്തുകൊണ്ട് വലിയൊരു കിണറും അതിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോ അവര് ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ള നിലക്ക് അവര് ഖുറൈശികൾ ദാറുൻ നദ്വയിൽ കൂടുകയും അതിനെക്കുറിച്ചൊക്കെ ഒരു കൂടിയാലോചന നടത്തുകയും ചെയ്തു. ആ സമയത്താണ് റോമിലെ രാജാവ് ഹബശയിലേക്ക് അവിടുത്തെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ ചില കെട്ടിടങ്ങളൊക്കെ മറ്റേ നിർമ്മിക്കാൻ വേണ്ടി നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരായ ചില ആളുകളെ ഹബശയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഖുറൈശികൾക്ക് കിട്ടുന്നത് ആ സമയത്താണ്. അവരൊക്കെ ജിദ്ദയുടെ അടുത്ത്, അവിടെ തുറമുഖത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ കപ്പൽ നങ്കൂരമിടുന്ന ആ സമയത്ത് ആ സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഈ കപ്പലിലുള്ള ആളുകളുമായി സംസാരിക്കുകയും ഈ കപ്പലിലുള്ള തൊഴിലാളികളെ അല്പം കഅബാലയത്തിന്റെ പണിയൊക്കെ നടത്താൻ വേണ്ടി വിട്ടുതരുമോ എന്ന രൂപത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ പക്ഷെ അവരെ അതിന് സമ്മതിക്കാതെ കുറച്ചാളുകളെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് ജിദ്ദയുടെ ഭാഗത്തേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവര് ഈ വരുന്ന കപ്പലിലുള്ള ആളുകളോട് ചർച്ച ചെയ്തു, ഇങ്ങനെ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ആളുകളെ പറഞ്ഞയച്ചു തരണം, എന്ത് ചെലവാണെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്നുള്ള നിലക്ക് ഖുറൈശികളെ സമീപിച്ചെങ്കിലും അവരതിനെ സമ്മതിച്ചില്ല. അവരെ ഹബശയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ അവരോട് സംസാരിക്കാൻ വേണ്ടി വലീദ് ബിൻ മുഗീറയാണ് അവര് തെരഞ്ഞെടുത്തത്. പണിക്കാരെയും വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു പോയി. പക്ഷെ അവര് നിരാശരായിട്ട് മടങ്ങി വരികയാണ് ചെയ്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള നിലക്ക് അവരിങ്ങനെ ആലോചിക്കുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ആശാരി, യഹൂദിയായ ഒരു യാക്കൂം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആശാരി, അദ്ദേഹത്തോട് ഇതിന്റെ അഭിപ്രായം ചോദിച്ചു. ഏത് രൂപത്തിൽ നമുക്ക് കഅബാലയം പുനർനിർമ്മിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയും യാക്കൂം ചില മാറ്റങ്ങളും ചില പ്ലാനുകളും പദ്ധതികളൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ ഒന്ന് ഖുറൈശികളെ തെരഞ്ഞെടുക്കുകയും അവസാനം കഅബാലയം പുനർനിർമ്മിക്കാൻ അവര് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കഅബാലയം പുനർനിർമ്മിക്കണമെങ്കിൽ തീർച്ചയായും കഅബാലയം പൊളിക്കണം. നിലവിലുള്ള കഅബാലയം പൊളിച്ചതിന് ശേഷം മാത്രമേ പുനർനിർമ്മിക്കാൻ കഴിയൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലാണെന്ന് കാര്യങ്ങൾ ഉള്ളത്. പക്ഷെ കഅബാലയം പൊളിക്കുക എന്നുള്ള ആ ഒരു സംഭവത്തോട് ഖുറൈശികൾ വല്ലാതെ പേടിച്ചുകൊണ്ടാണ് അവര് രംഗത്തേക്ക്, ആരും അങ്ങോട്ടേക്ക് അടുത്ത് വരുന്നില്ല. എങ്ങനെ പൊളിക്കും, കഅബാലയം പൊളിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് അവര് പേടിച്ചുകൊണ്ട് മാറി നിന്നു. ആ സമയത്ത് കഅബാലയത്തിലേക്ക് ആദ്യമായിട്ട് കഅബാലയത്തിന്റെ ഒരു കല്ലെടുത്തുകൊണ്ട് ഒരാൾ മാറ്റി ആയിദ് ബിന് മർവാൻ ബിനു മഅസൂം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാള് ആദ്യമായിട്ട് കഅബയിൽ നിന്ന് ഒരു കല്ലിളക്കി. എന്നിട്ട് പഴയ സ്ഥലത്ത് തന്നെ മടങ്ങി വന്നു നിന്നു. ഒരു ധൈര്യപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. കാരണം കഅബാലയം എന്നുള്ളത് അള്ളാഹുവിന്റെ വീടാണ്. അള്ളാഹു കഅബാലയം പൊളിക്കുന്ന കാരണത്താൽ നമ്മളെ കഅബാലയം അള്ളാഹുവിന്റെ വീടാണ് എന്നുള്ളത് കൊണ്ട് അത് പൊളിച്ചാൽ അള്ളാഹു ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ ശിക്ഷിക്കുകയോ ഈ നാട്ടില് വല്ല അനർത്ഥങ്ങളും സംഭവിക്കുകയോ ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് കഅബാലയം പൊളിക്കുക. എത്രത്തോളം തെമ്മാടികളും നിർദോഷികളുമായിരുന്നിട്ട് പോലും കഅബാലയത്തിന്റെ ആ ഒരു കഅബാലയത്തിൽ ഒരുപാട് ബിംബങ്ങളെ അവര് ആരാധിക്കാൻ വെച്ചിരുന്നെങ്കിൽ പോലും കഅബാലയത്തിനോട് അവര് കാണിച്ചിരുന്ന ആ ആദരവിനെ കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, അന അബ്ദഅകും ഫീ ഹദ്മിഹ, ഞാൻ ആദ്യമായി കഅബാലയം
പൊളിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. കാരണം ഈ ആദ്യം നേരത്തെ പറഞ്ഞു ആയിദ് ബിൻ മർവാൻ ബിൻ മഅ്സും കഅബാലയത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് മാറ്റിവെച്ചു. കല്ലെടുത്ത് മാറ്റിവെച്ചിട്ട് അവരിങ്ങനെ 4 ദിവസത്തോളം പ്രതീക്ഷയോടെ കാത്തിരുന്നു. വല്ല അനർത്ഥങ്ങളും സംഭവിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 4 ദിവസത്തോളം അവർ കാത്തുനിന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് കണ്ടപ്പോൾ കഅബാലയം പൊളിക്കാനും അത് നിർമ്മിക്കാനും ഒക്കെ ഉള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് കഅബാലയത്തിന്റെ 4 മൂല 4 വിഭാഗം ആളുകൾക്കാക്കിയിട്ട് അവര് വീതിക്കുകയും ഓരോ വിഭാഗത്തിനും ഓരോ മൂല പൊളിക്കുകയും അത് പുനർനിർമ്മിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ വിഭാഗത്തിന് കൊടുക്കുകയും ചെയ്തു. കൂട്ടത്തിൽ വലീദ് ബിൻ മുഗീറ പിന്നീട് കഅബാലയം പൂർണ്ണമായിട്ട് പൊളിക്കണം, ആ പൊളിക്കാൻ വേണ്ടി എല്ലാവരും പേടിച്ചു നിന്നപ്പോൾ രണ്ടാമതും ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ വലീദ് ബിൻ മുഗീറ അതിലേക്ക് മുന്നിട്ടിറങ്ങുകയും എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയും ചെയ്തു. അല്ലാഹുമ്മ ഇന്നാ ലാ തുരീദു ബിഹി ഇല്ലൽ ഖൈർ, അല്ലാഹുവേ ഞങ്ങൾ ഇതുകൊണ്ട് നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് കഅബാലയത്തിന്റെ ഒരു ഭാഗം ഒരു മൂല അവര് പൊളിച്ചു. ജനങ്ങളെ ഒരു രാത്രി കാത്തിരുന്നു. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കോപം ഉണ്ടോ എന്ന് മനസ്സിലായാൽ ആ കഅബാലയം പൊളിക്കുക എന്നുള്ള ആ പ്രവൃത്തി അവിടെ നിർത്തിവെക്കാനും അല്ലെങ്കിൽ വീണ്ടും തുടരാനും വേണ്ടി അവര് തീരുമാനിക്കുകയും ഒന്നും കാണാതെ വന്നപ്പോൾ 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും കാണാതെ വന്നപ്പോൾ അവര് കഅബാലയം വളരെ ഭംഗിയായി വളരെ ബഹുമാനത്തോടുകൂടി കഅബാലയം പൊളിക്കുകയും ചെയ്തു. ഖുറൈശികൾ കഅബാലയം പൊളിച്ചു. പൂർണ്ണമായിട്ടും അതിന്റെ ചുമരുകളൊക്കെ മുഴുവനുമായും പൊളിച്ച് നീക്കി. ഒരു കല്ല് പോലും ഉപയോഗിക്കാൻ പറ്റിയ കല്ല് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർ നിർമ്മിച്ച ആ തറയുടെ അല്ലെങ്കിൽ മലക്കുകൾ നിർമ്മിച്ച തറ വരെ അവര് പൊളിച്ചു. അത് കണ്ടു. അതൊരു പച്ച നിറത്തിലുള്ള കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു ആ തറ എന്ന് മനസ്സിലായി. അങ്ങനെ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് അതിൽ അടിച്ചപ്പോ അല്ലെങ്കിൽ ചുറ്റികൊണ്ടോ മറ്റോ അത് പൊളിക്കാൻ വേണ്ടി തയ്യാറായപ്പോ അത് വളരെ ഉറപ്പുള്ളതാണ് എന്നും അതിൽ നിന്ന് പിന്നെ അത് നമ്മൾ പൊളിക്കേണ്ട ആവശ്യമില്ല, തീ വർഷിച്ചു എന്നാണ് പറയുന്നത്. കുത്തിയപ്പോ ഒരു വലിയ ഒരു തീജ്വാല പോലെ അല്ലെങ്കിൽ അത് പൊളിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഒരു മൂലയിൽ നിന്ന് 2 പഴയ ഏടുകൾ അവർക്ക് കിട്ടുകയുണ്ടായി. സീറത്ത് ഇബ്നു ഹിഷാമിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സുരിയാനിയിലുള്ള എഴുത്ത്, അവർ ഇഞ്ചിയില് അവർക്കത് വായിക്കാൻ അറിയുമായിരുന്നില്ല ഇഞ്ചിയില്. എന്നിട്ട് അവര് അവിടെ ഉണ്ടായിരുന്ന ഒരു യഹൂദിയെ കൊണ്ട് ആ എഴുത്ത് വായിപ്പിക്കുകയും ആ എഴുത്തിൽ അനല്ലാഹു ബക്കത്തിൻ ഖലഖ്തഹാ യൗമ ഖലഖസ് സമാവാതി വൽ അർളി എന്നുള്ള ഒരു രൂപത്തിൽ അവിടെ എഴുത്ത് ഉണ്ടായിരുന്നു എന്ന്, അത് ഭൂമിയോട് ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കഅബാലയം അവര് പൊളിച്ചു, പുനർനിർമ്മാണം ആരംഭിച്ചു. ഓരോ മൂലയും ഓരോ വിഭാഗം ആളുകൾക്കാക്കിയിട്ട് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോ കഅബാലയത്തിന്റെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച ഹജറുൽ അസ്വദ് എടുത്ത് ബഹുമാനപൂർവ്വം തൽക്കാലം അല്പസ്ഥലം കുറച്ചിങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയും പിന്നീട് കഅബാലയത്തിന്റെ പുനർനിർമ്മാണം അവര് വളരെ ദ്രുതഗതിയിൽ വളരെ ഭംഗിയായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പോ നേരത്തെ തറയിൽ നിന്ന് അല്പം ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നെ വാതിൽ നിൽക്കുന്ന ആ സ്ഥലത്തെത്തിയപ്പോ വാതില് ഭൂമിയോട് നേരത്തെ ഉണ്ടായിരുന്നത് കഅബാലയത്തിന്റെ വാതില് ഭൂമിയോട് ചേർന്നുകൊണ്ടായിരുന്നു. അകത്തേക്ക് ആർക്കും കയറി പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള വാതിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഖുറൈശികൾ തീരുമാനിച്ചു ഇനി അത് പറ്റില്ല, നമുക്ക് കഅബാലയത്തിന്റെ വാതിൽ അല്പം ഉയർത്തണം എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ഉയർത്തണം എന്ന് ചോദിച്ചാൽ ഒരാൾ ഓടി വന്നിട്ട് അവര് കഅബാലയത്തിനകത്തേക്ക് നേരിട്ട് കയറുകയാണെങ്കിൽ അവന് കയറാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു വാതില് അല്പം ഉയരത്തിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം അവരുടെ ഇടയിൽ ഉരുത്തിരിയുകയും, ഇനി കഅബാലയത്തിലേക്ക് അതിക്രമമായിട്ട് ആളുകൾ കയറുകയാണെങ്കിൽ നമുക്ക് അവനെ അടിച്ച് താഴേക്ക് ഇടുന്ന രൂപത്തിൽ സാധാരണ പിടിയും വലിയൊക്കെ വിളിച്ച് കയറേണ്ട ഒരവസ്ഥ. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും കുറച്ച് ഉയരത്തില് കഅബാലയത്തിന്റെ വാതില് വരണം. അങ്ങനെ ഖുറൈശികൾ അതിനുവേണ്ടി തീരുമാനിക്കുകയും ഇപ്പോ നിലവിൽ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് കഅബാലയത്തിന്റെ വാതിൽ ഉയർത്തി കൊണ്ടുവന്നത് ഖുറൈശികളുടെ നിർമ്മാണ കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അങ്ങനെ ഖുറൈശികള് കഅബാലയത്തിന്റെ വാതിൽ ഉയർത്തി. വാതിൽ ഉയർത്തിയെന്ന് മാത്രമല്ല, വാതിലിലേക്ക് കയറാൻ പ്രത്യേക കോണി വേണം എന്ന് അവര് തീരുമാനിക്കുകയും അവിടെ ഒരു കോണി വെക്കുകയും ചെയ്തു. ഖുറൈശികള് മക്കയുടെയും അതിന്റെ പരിസരത്തെയുമുള്ള മലകളിൽ നിന്ന് പോയിട്ട് നീല ഗ്രാനൈറ്റിന്റെ രൂപത്തിലുള്ള കല്ലുകളൊക്കെ ശേഖരിച്ചു. അങ്ങനെ കല്ല് എല്ലാവരും ഒരേ രൂപത്തിലുള്ള കല്ലുകൾ തന്നെ ശേഖരിക്കുന്നതിന് അവര് താല്പര്യം കാണിക്കുകയും ഓരോ മൂലയും വളരെ ഭംഗിയായി വളരെ നല്ല രൂപത്തിൽ അവര് അത് കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവര് കഅബാലയം വളരെ ഭംഗിയായ രൂപത്തിൽ അവിടെ കെട്ടിപ്പണിയുകയും ചെയ്തു. അങ്ങനെ കഅബാലയത്തിന്റെ നിർമ്മാണങ്ങളൊക്കെ അവര് പൂർത്തിയാക്കി. കഅബാലയത്തിന്റെ മുകളിൽ മച്ച് അല്ലെങ്കിൽ മേൽക്കൂര ആദ്യമായിട്ട് നിർമ്മിക്കുന്നതും ഖുറൈശികളുടെ കാലഘട്ടത്തിലാണ്. ഖുറൈശികളാണ് കഅബാലയത്തിന് മേൽക്കൂര ഉണ്ടാക്കുന്നത്. മേൽക്കൂര താങ്ങി നിർത്താൻ വേണ്ടി 6 തൂണുകൾ അതിനകത്ത് അവർ സ്ഥാപിക്കുകയുണ്ടായി. വളരെ നല്ല മരത്തിന്റെയോ മറ്റോ 6 തൂണുകൾ കഅബാലയത്തിന്റെ ഉള്ളിൽ സ്ഥാപിച്ചു. കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ മച്ചിലേക്ക് മേൽക്കൂരയിലേക്ക് കയറാൻ വേണ്ടി ഒരു പ്രത്യേക കോണിയും അവിടെ അവർ സ്ഥാപിക്കുകയുണ്ടായി. ഈ കോണിയെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, അന്ന് ഖുറൈശികൾ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി കോണി സ്ഥാപിച്ചത്, ആ കോണി ഇന്ത്യയിലെ ഒരു രാജാവ് ഹദിയത്ത് മലിക്കും മിനൽ ഹിന്ദി എന്ന് അവിടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു ഭരണാധികാരി അവിടെ അതിന്റെ മുകളിലേക്കുള്ള കോണി ഹദിയ ചെയ്തിരുന്നു എന്ന് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കഅബാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യ രാജ്യത്തിനുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനുള്ള ആ ഒരു ബന്ധം, പ്രത്യേകിച്ച് ഇപ്പോ കഅബാലയത്തിന്റെ ഉള്ളിൽ 6 തൂണുകൾക്ക് പകരം ഫഹദ് രാജാവിന്റെയോ അല്ലെങ്കിൽ അതിനു മുമ്പത്തെയോ രാജാക്കന്മാരുടെ ഭരണ സമയത്ത് അതിന്റെ ഉള്ളിൽ 6 തൂണുകൾക്ക് പകരം 3 തൂണുകൾ സ്ഥാപിക്കുകയും ഈ 3 തൂണുകൾ ഒന്നുകിൽ ചന്ദനം കൊണ്ടോ അല്ലെങ്കിൽ തേക്ക് കൊണ്ടോ ആണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ചന്ദനമാണെങ്കിലും തേക്കാണെങ്കിലും അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നുള്ളതും ഒരു ചരിത്രമായിട്ട് ഇവിടെ നമുക്ക് അഭിമാനിക്കാവുന്ന, സാന്ദർഭികമായിട്ട് അത് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കഅബാലയത്തിന് അവര് മേൽക്കൂര നിർമ്മിച്ചു. അതേപോലെ മേൽക്കൂരയിലേക്ക് കയറാൻ വേണ്ടി ഒരു കോണിയും അവിടെ സ്ഥാപിച്ചു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷത്തോടുകൂടി അവര് കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി. ഇനി നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കഅബാലയത്തിന് വേണ്ടത് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ കഅബാലയത്തിന്റെ 2 രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ മൂലയിലും ഓരോ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയും ചില ആളുകൾ ആ മൂലയിലുള്ള പണി, ചില ഗോത്രങ്ങൾ ആ മൂലയിലുള്ള പണി പെട്ടെന്ന് നിർവഹിക്കുകയും ചെയ്തു. പെട്ടെന്ന് നിർവഹിച്ചു കഴിഞ്ഞപ്പോ ഒരു വിഭാഗം പറഞ്ഞു, ഹജറുൽ അസ്വദ് നേരത്തെ ഉണ്ടായിരുന്ന മൂലയിൽ നിന്ന് മാറ്റണം എന്നുള്ളതിന് പ്രത്യേക അഭിപ്രായ ഐക്യത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. ഓരോ നിർമ്മാണം ഓരോ മൂലക്കാർക്ക് ഓരോ ഗോത്രക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർമ്മാണം പെട്ടെന്ന് കഴിഞ്ഞപ്പോ സ്വാഭാവികമായും അവര് അവിടുന്ന് ഒരു അഭിപ്രായം പറയാൻ തുടങ്ങി, ഞങ്ങളുടെ അടുത്ത് വേഗം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഹജറുൽ അസ്വദ് ഞങ്ങളുടെ ഈ മൂലയിലാണ് വെക്കേണ്ടത് എന്ന ഒരു അഭിപ്രായം പറഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞത് ഹജറുൽ അസ്വദ് നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണല്ലോ വെക്കേണ്ടത് എന്ന് അതുമായി കിട്ടിയ ആളുകൾ അതിന്റെ അഭിപ്രായം പറഞ്ഞു. മറ്റു വിഭാഗം പറഞ്ഞു ഹജറുൽ അസ്വദ് ഞങ്ങളാണ് വെക്കേണ്ടത് എന്നുള്ള നിലക്ക് അവരും അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെയാണ് ഹജറുൽ അസ്വദ് വെക്കുന്ന കാര്യത്തിൽ ഖുറൈശികൾക്കിടയിൽ ഒരു തർക്കം രൂപപ്പെടുന്നത്. അങ്ങനെയാണ് ബനു അബ്ദുദ്ദാർ ഗോത്രക്കാര്, ബനു ഉദയ്യിബ്നു കഅബ് ഗോത്രക്കാര്, ഈ 2 ഗോത്രക്കാരും വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക്, ഒരു സംഘട്ടനത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് ഹജറുൽ അസ്വദ് വെക്കുന്ന ആ ഒരു സംഭവം മാറുകയുണ്ടായി. വലിയൊരു പ്രശ്നമായി. കാരണം പിന്നീട് കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല, പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഈ ഹജറുൽ അസ്വദ് യഥാർത്ഥ രൂപത്തിൽ എങ്ങനെ വെക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായ ഐക്യമെത്താൻ ആരും തയ്യാറാവുന്നുമില്ല. കാരണം തൊട്ടാൽ ഹറമിന്റെ ഉള്ളിലായിട്ട് പോലും
പരസ്പരം കടിച്ചു കയറാനും യുദ്ധം ചെയ്യാനും വെമ്പൽ കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് അവര് യുദ്ധം ചെയ്യാൻ പോലും അവര് തയ്യാറായി. ഏകദേശം 4-5 ദിവസം ഈ രൂപത്തിൽ തന്നെ നടന്നു. 5 ദിവസത്തോളം ഈ വിഷയം ഇങ്ങനെ നിന്നു. ആ സമയത്താണ് അവരുടെ കൂട്ടത്തിലുള്ള ബനു ഉമയ്യത്ത് ബിൻ മുഗീറ, അവരുടെ കൂട്ടത്തിൽ പ്രായം കൂടിയ ഒരാള് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ബനു ഉമയ്യത്ത് ബിൻ മുഗീറ എന്ന പ്രായം കൂടിയ അദ്ദേഹം ഖുറൈശികളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അവർ പറഞ്ഞു, യാ മാഷറ ഖുറൈശ്, ഖുറൈശികളെ, നിങ്ങള് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയാണ് കഅബാലയത്തിന്റെ നാഥൻ നിങ്ങളോട് കോപിക്കുകയും കഅബാലയം പൊളിച്ചിട്ട് അത് പൂർണ്ണമാക്കി നിർമ്മിക്കാതെ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാതെ ഈ രൂപത്തിൽ നിങ്ങൾ പരസ്പരം പോരടിക്കുന്നതിൽ നിങ്ങളെ അള്ളാഹു ശക്തമായി ശിക്ഷിക്കുകയും അല്ലെങ്കിൽ അതിന്റെ അനർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും എന്നുള്ള നിലക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും. സാധാരണ അങ്ങനെയാണല്ലോ, എന്ത് വിഷയമുണ്ടെങ്കിലും അവിടെ പ്രായം കൂടുതലുള്ള ഒരാൾ പക്വമായ ഒരു തീരുമാനം പറയും. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അത് സമ്മതിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മാശറ ഖുറൈശ്, ഖുറൈശികളെ, ഇജ്അലു ബൈനക്കും ഫീമാ തതഖല്ലഫൂന ഫീഹി അവ്വലു മൻ യദ്ഖുലു മിൻ ബാബി ഹാദിൽ മസ്ജിദി യുഖ്ളാ ബൈനക്കും ഫീഹി. ഇതാ ഞാൻ നിങ്ങളോടൊരു അഭിപ്രായം പറയുന്നു. ഇന്ന് നിങ്ങൾ സമാധാനത്തോടുകൂടി നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് നാളെ പുലരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കഅബാലയത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ എല്ലാവരും തന്നെ കടന്നു വരിക. പുലർച്ചയ്ക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് ഒരുപാട് മുമ്പായി നിങ്ങൾ എല്ലാവരും കഅബാലയത്തിലേക്ക് കടന്നു വരിക. എന്നിട്ട് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആരാണോ ഈ കഅബാലയത്തിന്റെ വാതിലിലൂടെ മസ്ജിദിന്റെ വാതിലിലൂടെ ആരാണോ നാളെ ആദ്യമായിട്ട് കയറി വരുന്നത്, ആ വരുന്ന ആള് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അവരുടെ അഭിപ്രായം നിങ്ങൾക്ക് മാനിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു അഭിപ്രായം ഈ ബനു ഉമയ്യത്ത് ബിൻ മുഗീറ എന്ന വയസ്സുള്ള ഒരാള് അവരോട് പറഞ്ഞപ്പോൾ അവര് പരസ്പരം പറഞ്ഞു, അത് ശരിയാണ്, നല്ലൊരു കാര്യമാണ്, കാരണം ഇത്രയും ദിവസം നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയിട്ടില്ലല്ലോ എന്ന് പരസ്പരം പഴിച്ചുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോവുകയും കഅബാലയത്തിന്റെ അടുത്ത് നടക്കുമായിരുന്ന വലിയ ഒരു സംഘട്ടനം ഒഴിവായ ഒരു സന്തോഷത്തിൽ അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നല്ല ഒരു തീരുമാനത്തിന് വേണ്ടി പിറ്റേന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് നേരം പുലരുന്നതിന് മുമ്പ് എല്ലാവരും കഅബാലയത്തിലേക്ക് എടുത്തുകയും കഅബാലയത്തിലേക്ക് എടുത്തു വരുമ്പോ അവര് കഅബാലയത്തിന്റെ മസ്ജിദുൽ ഹറാമിന്റെ വാതിലിലേക്ക് എല്ലാവരും വളരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ിലൂടെ കടന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്ക് അവിടെ നിന്ന് അവരുടെ കൂട്ടത്തിൽ അവരെല്ലാവരും കൂടി സന്തോഷാധിക്യത്താൽ ജാഅന അൽ അമീൻ, ജാഅന അൽ അമീൻ, ജാഅന അൽ അമീൻ, ഈ വിഷയത്തിൽ ഞങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ ഇതിനേക്കാൾ ഭംഗിയായ ഇതിനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരുവൻ ഇല്ല എന്ന് സന്തോഷത്തോടുകൂടി പറയുകയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവര് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവർ സമീപിക്കുകയും അവര് റസൂലുള്ളാഹിനോട് കാര്യങ്ങളൊക്കെ പറയുകയും, അഹ്മദ് ഇന്ന രൂപത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ഇന്ന രൂപത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളാണ് ഈ വഴിയിലൂടെ ആദ്യമായിട്ട് കയറി വന്ന ആള്, നിങ്ങൾ വന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് ആനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശ്നം പരിഹരിച്ച രൂപം നമുക്കൊക്കെ അറിയാലോ. തങ്ങളുടെ തട്ടം അവിടെ നിലത്ത് വിരിച്ചു. എന്നിട്ട് ആ ഹജറുൽ അസ്വദ് എന്നറിയപ്പെടുന്ന സ്വർഗത്തിലെ മാണിക്യക്കല്ലുകളിൽപ്പെട്ട ഒരു കല്ല് ആ തട്ടത്തിന്റെ നടുവിൽ വെച്ചു. എന്നിട്ട് ചുറ്റുഭാഗത്തും പ്രശ്നക്കാരായ ഗോത്രക്കാരെല്ലാം അതുമായി ബന്ധപ്പെട്ട ഓരോ ഭാഗത്തിന്റെ മൂലയ്ക്കും ബന്ധപ്പെട്ട ആളുകളെ അവരിൽ നിന്നുള്ള നേതാക്കന്മാരെ വിളിക്കുകയും അവരെല്ലാവരും കൂടി അതെടുത്തു പൊക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരം കൊണ്ട് ഹജറുൽ അസ്വദ് യഥാർത്ഥ സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്ത ഒരു സംഭവം
നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. അങ്ങനെ ഹജറുൽ അസ്വദ് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് വെച്ചു. എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ആ പ്രശ്നം പരിഹരിച്ചതിൽ അമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്തു. ആ ഒരു സന്തോഷമുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഒരു ഖദീജ ബീവിയുടെ ഒരു അടിമ സ്ത്രീ ഓടി വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, നബിയെ, അങ്ങയ്ക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. അങ്ങയുടെ ഭാര്യ ഖദീജ പ്രസവിച്ചിരിക്കുന്നു, ഒരു പെൺകുട്ടിയാണ് എന്നുള്ള രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയം പറയുകയും, അപ്പോ സന്തോഷത്തിന്റെ മുകളിൽ ഒരു സന്തോഷം അവിടുന്ന് നബി തങ്ങൾക്ക് കിട്ടുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും യോഗ്യരായ ആളുകള് അഹ്ലു ബൈത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം കൂടി ഇതിലൂടെ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനും അഹ്ലു ബൈത്തിനെ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സമീപിക്കാനും ഏറ്റവും അർഹരായ ആളുകൾ അവരാണ് എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് ഈ സംഭവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് അവിടെ അവസാനിച്ചു. ഖുറൈശികള് നിലവിലുണ്ടായിരുന്ന കഅബാലയത്തിന് 12 മുഴം ഉയരം വരുത്തി. അത് മാത്രമല്ല, വാതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭൂമിയുടെ തറനിരപ്പിൽ നിന്ന് അല്പം ഉയരത്തിലായിട്ട് വാതിലും വെച്ചു. അതേപോലെ ഉള്ളിൽ 2 വരിയിലായിട്ട് 6 തൂണുകളും വെച്ചു. 6 തൂണുകളും വെച്ച് മേൽക്കൂര ഉണ്ടാക്കുകയും മേൽക്കൂരയിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകി വരാൻ വേണ്ടി ഒരു മീസാബ് നിർമ്മിക്കുകയും കഅബാലയത്തിന്റെ വാതിൽ അല്പം ഉയരത്തിലാക്കുകയും ചെയ്തു. 12 മുഴം ഖുറൈശികൾ ഉയരം വരുത്തി. കഅബാലയം വളരെ ഭംഗിയായി വളരെ കെട്ടുറപ്പോടുകൂടി ഈ കഅബാലയത്തിന്റെ നിർമ്മാണം അവിടെ പൂർത്തിയാക്കി വെച്ചു എന്ന് മാത്രമല്ല, കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോ ഖുറൈശികള് അവരുടെ ആ പഴയ പല്ലവി തന്നെ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. കാരണം അവര് അവിടെ കുറച്ച് മാറ്റി വെച്ചിരുന്ന കഅബാലയത്തിന്റെ ഉള്ളിൽ നേരത്തെ അവര് പ്രതിഷ്ഠിച്ചിരുന്ന അവരുടെ ബിംബങ്ങളൊക്കെ മടക്കിക്കൊണ്ടുവന്നു. ആ ബിംബങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ രൂപത്തിലുള്ള ബിംബം അവര് ഉണ്ടാക്കിയിട്ടുണ്ട്. കയ്യിലൊരു മഴുവൊക്കെ ആയിട്ട് ഇബ്രാഹിം നബിയുടെ രൂപത്തിൽ ഒരു ബിംബമുണ്ട്. അതേപോലെ ഒരു കോടാലി ഉള്ള ഒരു രൂപത്തില് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരു കുതിരപ്പുറത്ത് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അത് ഇസ്മായിൽ നബിയുടെ ബിംബമാണ് എന്ന് അവര് പറഞ്ഞു നടന്നു. അങ്ങനെ പല പുതിയ അവരുടെ തലമുറയിൽപ്പെട്ട പല ആളുകളുടെയും രൂപങ്ങള് അവര് കൊത്തിയുണ്ടാക്കി. ഇത് ഇന്നാളാണ് എന്ന രൂപത്തില്. അതേപോലെ ഖുസൈബിന് കിലാബ് വരെയുള്ള 60ഓളം ആളുകളുടെ പാരമ്പര്യം സൂക്ഷിച്ചുകൊണ്ട് അവരുടെയൊക്കെ രൂപത്തിൽ ഓരോ ബിംബങ്ങളൊക്കെ കൊത്തിയുണ്ടാക്കി. ഓരോ ബിംബത്തിന്റെ അടുത്തും അതിനെ ആരാധിക്കേണ്ട രൂപവും അതിനാരാധിക്കേണ്ട അതിന്റെ ആരാധനാ സമയങ്ങളും അതിന്റെ പ്രാധാന്യങ്ങളും അതെന്തിന്റെ ദേവനാണ് എന്നുള്ളതിനൊക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവര് അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഖുറൈശികളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഖുറൈശികൾ ഈ കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. അവര് കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ആ സമയത്ത് അവര് പ്രത്യേകം നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അവര് പറഞ്ഞത്, ഖുറൈശികളുടെ നിങ്ങളെ കൂട്ടത്തിൽ നല്ല ജോലിയുള്ളവരും പലിശയുടെ രൂപത്തിലല്ലാതെ ഹലാലായ പണം നേടിയവരും മാത്രമേ ഈ കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാവൂ എന്ന് അവർ പ്രത്യേകം. അതിനേക്കാളേറെ അവര് മറ്റൊരു കാര്യം, ജനങ്ങളിൽ ആരെയും ദ്രോഹിക്കാത്തവരുമായിരിക്കണം ഈ കഅബാലയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം അവര് മറ്റുള്ള ആളുകൾക്കൊക്കെ കൊടുത്തതായിട്ട് ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഖുറൈശികളുടെ കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് അതിനുശേഷം കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം, അതേപോലെ ഹജ്ജത്തുൽ വദാഇന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാന്ദർഭികമായിട്ട് നമുക്ക്
പിന്നീട് നമ്മുടെ മറ്റ് അവസരങ്ങളിലൊക്കെ ചർച്ച ചെയ്യാം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ കഅബാലയം അത് അതിനെ അർഹിക്കുന്ന രൂപത്തിൽ ബഹുമാനിക്കാനും അർഹിക്കുന്ന രൂപത്തിൽ അവിടെ ചെന്നുകൊണ്ട് ഇബാദത്തുകളിലൊക്കെ മുഴുകാനും അതിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. KCR-ലൂടെ അതേപോലെ റേഡിയോയിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് കഅബാലയത്തെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു ഉൾപ്പുളകിതം ഉണ്ടാവുകയാണ്. അവര് കഅബ ഒന്ന് അടുത്ത് കാണാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അതിനുള്ള അവസരവും ഭാഗ്യവും തൗഫീഖും സാമ്പത്തികമായുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് കഅബാലയത്തിന്റെ അടുത്ത് എത്തിച്ചേരാൻ, ഒരു തവാഫും സഅയും ഒക്കെ നിർവഹിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് പിടിച്ചു മുത്താൻ, സംസം കിണറിൽ നിന്ന് വാനോളം കോരിക്കുടിക്കാൻ, അതേപോലെ ഹിജ്ർ ഇസ്മായിലിലും റുക്നുൽ യമാനിയിലും ഒക്കെ ചെലവഴിക്കാനും മുൽത്തസിമിലും ഖില്ലയൊക്കെ പിടിച്ച് ദുആ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവസരം നൽകുമാറാവട്ടെ. അതിനുള്ള ഒരു കാരണമായി നമ്മൾ ഇതുവരെ പറഞ്ഞ ചരിത്രം കേട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, പിന്നെ ഇത് പറഞ്ഞെങ്കിലും വല്ല തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പുറത്തു തരണം, തിരുത്തി തരണം എന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.